ഇന്നത്തെ വീഡിയോയ്ക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ഒരു സ്ട്രക്ചറിലോ കാര്യങ്ങളോ ഒന്നുമല്ല ഈ വീഡിയോ വരാൻ പോകുന്നത്. കാരണം ഞാൻ എൻ്റെ വീട്ടിലാണ്, പാലക്കാടല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ എനിക്കൊരു ഇപ്പം തൽക്കാലം വഴിയില്ല. അതുകൊണ്ട് തന്നെ നാളെ ഇറങ്ങുന്ന സിനിമകൾക്കും ഇതുപോലൊക്കെ തന്നെയുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം റൈഫിൾ ക്ലബ്, ആഷിഖ് കപൂറിൻ്റെ സംവിധാനത്തിൽ ആഷിഖ് കപൂർ നിർമ്മിച്ച് ആഷിഖ് കപൂർ ക്യാമറ കൈകാര്യം ചെയ്ത് ശ്യാം പുഷ്കരൻ, ദിലീഷ് കരുണാകരൻ, സുഹാസ് എന്നിവർ കഥ എഴുതി, ദിലീഷ് പോത്തന്, വിജയരാഘവന്, വാണി വിശ്വനാഥ്, അനുരാഗ് കശ്യപ്, ഹനുമാൻ കൈൻഡ്, സുരഭി, ദർശന, സുരേഷ് കൃഷ്ണ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഏറ്റവും പുതിയ മലയാള സിനിമയാണ് റൈഫിൾ ക്ലബ്ബ്. സിനിമ ഞാൻ കണ്ടു. മുണ്ടക്കയം RD സിനിമാസ് എന്നാണ് ഞാൻ സിനിമ കണ്ടത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനോഷായ്. റൈഫിൾ ക്ലബ്ബ്, അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ട്രെയിലർ, എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു ട്രെയിലർ കണ്ടതിന് ശേഷം, അതുപോലെ തന്നെ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു എന്നെല്ലാം അടങ്ങിയ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് എത്രത്തോളം എക്സൈറ്റഡ് ആണ്, ഈ ട്രെയിലർ കണ്ടപ്പോൾ എത്രത്തോളം ഞാൻ ഈ സിനിമയിൽ പ്രതീക്ഷകൾ അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. സിനിമ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച് സിനിമ തന്നെയാണ് റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമ. കാരണം ഗംഭീര മേക്കിംഗ്, വേറെ ഒരു കാരണവും പറയാനില്ല. ഗംഭീര മേക്കിംഗ്. സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് മുതൽ ഞാൻ ആലോചിക്കുന്നത് ഇതൊരു മലയാള സിനിമ തന്നെ ആണോ എന്നുള്ളൊരു ചിന്തയിലേക്കാണ് പോയത്. കാരണം അത്ര മികച്ച രീതിയിലുള്ള ഒരു ഹോളിവുഡ് ചിത്രം വിത്ത് ഇന്ത്യൻ ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു ടൈപ്പ് മിക്സ്ചർ ഓഫ് ഫിലിം കാണുന്ന ഒരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം അത്ര മികച്ച രീതിയിലുള്ള ഷോട്ടുകൾ, കളർ ഗ്രേഡിങ്, കോസ്റ്റ്യൂംസ്, ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ബിഹേവിങ് രീതികളെല്ലാം തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തോന്നി. ഒരു വമ്പനൊരു പടമാണ് കാണാൻ പോകുന്നതെന്നുള്ളൊരു ഫീൽ എന്നിലേക്ക് ഉണ്ടാക്കിയെടുത്തു. അതിൽ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഘടകമെന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്ത ആഷിഖ് കപൂർ തന്നെയാണ്. ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ആഷിഖ് കപൂർ തന്നെയാണ്. ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ആഷിഖ് കപൂർ തന്നെയാണ്. കാരണം പുള്ളി നിറഞ്ഞാടിയിരിക്കുകയാണ്. ആഷിഖ് കപൂർ എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. പുള്ളി ഈ പൊട്ടൻഷ്യൽ മാത്രമല്ല, കാരണം പുള്ളി ഈ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങളെപ്പറ്റി ഒരുപാട് ആൾക്കാർ കുറ്റം പറയും, കുറവുകൾ പറയും. പക്ഷേ നിങ്ങളുടെ വർക്ക് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. അതാണ് ഇവിടെ വീണ്ടും പ്രൂവ് ചെയ്യുകയാണ്. നമ്മളെ ആരെന്ത് പറഞ്ഞാലും നമ്മുടെ വർക്ക് വേണം നമ്മൾക്ക് വേണ്ടി സംസാരിക്കാൻ. നിങ്ങളുടെ ഓരോ സിനിമകൾ എടുത്ത് വെച്ച് നോക്കിയാലും നമുക്ക് മനസ്സിലാവും, ഒരു പടത്തിൻ്റെ ഒരു ചായ്വ് ഒരു സ്ഥലത്തും ഉണ്ടാവാറില്ല. എല്ലാം ഒരു യുണീക്കായിട്ട് നിൽക്കുന്ന സിനിമകളാണ് ചെയ്യാറുള്ളത്. ഇവിടെ അത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഗംഭീരമായിട്ട് വർക്കൗട്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമായി. പെർഫോമൻസുകൾ, കാസ്റ്റിങ്, എന്താ പറയുക, എല്ലാവരും സൂപ്പറായിരുന്നു എന്ന് പറയാം. കാരണം വാണി വിശ്വനാഥ് കുറേ നാളുകളായി തിയേറ്ററിൽ കണ്ടിട്ട്, ഞാനൊക്കെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന സിനിമയൊക്കെ തിയേറ്ററിൽ കണ്ടത് എനിക്കൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഞാൻ വാണി വിശ്വനാഥിൻ്റെ വലിയ സ്ക്രീനിൽ ഞാൻ കണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഭയങ്കര ഹാപ്പിയായി. ഒരു ബിൽഡപ്പ് കൊടുത്തല്ലോ, ടോപ്പ് നോച്ചായിരുന്നു. ഗൂസ് ബംപ് മൊമെൻറ്റ്സിൻ്റെ ഒരു അയ്യരുകളിയായിരുന്നു സെക്കൻഡ് ഹാഫ്. എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് പോയതേ അറിഞ്ഞില്ല, അത്ര പേസിൽ പോകുന്നു. സെക്കൻഡ് ഹാഫ് ഗൂസ് ബംസിൻ്റെ മൊമെൻറ്റ്സ്, അത് പടം തീർന്ന് ലാസ്റ്റ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നതിന് ശേഷം ഒരു കുട്ടി സീനുണ്ട്. ആ സീനിൽ വരെ ഒന്നും പറയണ്ട, സൂപ്പറായിട്ട് മേക്ക് ചെയ്ത ഒരു 2 മണിക്കൂറിനകത്ത് മാത്രം നിൽക്കുന്ന ഒരു സിനിമ. വളരെ ക്രിസ്പിയായി, വളരെ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്തത് വി സാജനാണ്. ഗംഭീരമായിട്ട് എഡിറ്റിങ് കൈകാര്യം ചെയ്തു. ഈ സിനിമയെ ഒരു ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയ, ഇതിന് കൂടുതൽ മികവേകിയത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് മ്യൂസിക്കാണ്. റെക്സ് വിജയനാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. റെക്സ് വിജയൻ കുറേ നാളുകൾക്ക് ശേഷം ഒരു സിനിമ ചെയ്യുന്നതാണ്. ഭയങ്കര ഹാപ്പിയായി. ഓരോ പാട്ടുകളാകട്ടെ, ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാകട്ടെ പിച്ചി പെടലെടുത്തിട്ടെന്ന് പറയാം. കാരണം അതുപോലെ ഉണ്ടായിരുന്നു. സൂപ്പറായിട്ട് വർക്കൗട്ടായി. ഒരാളുടെയും പെർഫോമൻസ് ഞാൻ എടുത്ത് പറയുന്നില്ല. ദിലീഷ് പോത്തനാകട്ടെ, വിനീത് ആകട്ടെ, സുരഭി ആകട്ടെ, ദർശനയാകട്ടെ, വാണി വിശ്വനാഥ്, അനുരാഗ് കശ്യപ് ആകട്ടെ, ഹനുമാൻ കൈൻഡ് കാര്യമാണ് എടുത്തു പറയേണ്ടത്. ഇപ്പം ഒന്ന് ട്രെൻഡ് ആയതുകൊണ്ട് ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്തു എന്ന് ആരും വിചാരിക്കേണ്ട. പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറിന് ഹനുമാൻ കൈൻഡാണ് ബെസ്റ്റ്. പുള്ളിയുടെ ആ ഒരു സാധനം എൻ്റെ അത് വർക്കൗട്ടായിട്ടുണ്ട്, സൂപ്പറായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ഈ വില്ലന്മാരുടെ ഒരു രീതികൾ കാണിക്കാൻ വേണ്ടി ഒരു സാധനങ്ങൾ കാണിക്കുമല്ലോ, വളരെ സിമ്പിളായിട്ട് അവർ ഹാൻഡിൽ ചെയ്ത ആ ഒരു വില്ലത്തരം, അല്ലെങ്കിൽ ഇവന്മാർ പ്രശ്നക്കാരന്മാരാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലേക്ക് വളരെ സിമ്പിളായിട്ട് ഇവർക്ക് കൺവേ ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ആ റൈഫിൾ ക്ലബ്ബിലേക്ക് എത്തുമ്പോൾ ശരിക്കും പറഞ്ഞൊന്ന് ബ്ലാസ്റ്റായി മാറുന്നത്. ഇതിൻ്റെ ഒരു സിനിമയുടെ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം
സൂപ്പർ, ഒന്നും പറയാനില്ല. ശരിക്കും ഇതാണ് നമ്മുടെ ഫയറല്ല, വൈൽഡ് ഫയർ എന്ന് പറയുന്ന സാധനം. സൂപ്പറായിരുന്നു, സൂപ്പർ. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മസ്റ്റ് തിയേറ്ററിൽ വാച്ച് സിനിമ തന്നെയാണ് റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ. എന്തായാലും തിയേറ്ററിൽ നിന്ന് മിസ്സാക്കരുത്. കാരണം ഇത് ഒരു വല്ലാത്തൊരു ട്രീറ്റ് നിങ്ങൾക്ക് തരും. നിങ്ങളെ ഒന്ന് ഹാപ്പിയാകും, നിങ്ങളെ ഒരുപാട് ചിരിപ്പിക്കും, നിങ്ങളെ ഒരുപാട് ത്രില്ലടിപ്പിക്കും, നിങ്ങളെ ഒരുപാട് ടെൻഷനിലേക്ക് കൊണ്ടുപോകും, നിങ്ങളെ ഒരുപാട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സൂപ്പർ പടം തന്നെയാണ് റൈഫിൾ ക്ലബ്ബ്. ഞാൻ നല്ല രീതിയിൽ റെക്കമെൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. തിയേറ്ററിൽ തന്നെ പോയി ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു ഗംഭീര സിനിമ തന്നെയാണ്. മലയാള സിനിമയുടെ 2024 വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് നല്ല നല്ല പ്രോഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളത്. നന്നായിട്ട് തന്നെ വരട്ടെ. ഇനി നാളെ മാർക്കോ ഉണ്ട്, മാർക്കോ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിടുതലൈ പാർട്ട് 2 സിനിമ അതും ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നാളെ കുറച്ച് ലേറ്റ് ആയാലും നമ്മുടെ റിവ്യൂ കറക്റ്റ് സമയത്ത് തന്നെ എത്തുന്നതായിരിക്കും. അതിനുവേണ്ടി കാത്തിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ റൈഫിൾ ക്ലബ്ബിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഓൾറെഡി സിനിമ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ കാണുന്നവർക്ക് അതും കണ്ടിട്ട് സിനിമയ്ക്ക് പോകാനുള്ള ഒരു ഉപകാരമായി മാറട്ടെ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.